സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിൽ നിന്ന് ആൾ പെട്ടെന്ന് കടം കയറി മുടിയുന്നതും, അതേപോലെ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുന്നതും, അതേപോലെ രോഗങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം ഇതിൽ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിന് ചിലപ്പോൾ കൈവശം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പഠിപ്പപ്പാടെ നിൽക്കും, ബുദ്ധിക്ക് ഇത് വരും. അല്ലെങ്കിൽ ചിലപ്പം ചിലരുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും വശീകരിക്കാനൊക്കെയാണ് കൈവശം കൊടുക്കുന്നതെങ്കിൽ അവരുടെ മൈൻഡ് മൊത്തത്തിൽ ചേഞ്ച് ആവും. ആ ഒരു മനുഷ്യനോട് മാത്രമേ അട്രാക്ഷൻ തോന്നുള്ളൂ, ബാക്കിയുള്ള ഓരോരുത്തർക്കും വിരക്തി തോന്നും. ചിലർക്ക് മാറാത്ത കുഷ്ഠരോഗങ്ങളോ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങളോ സ്കിൻ ഡിസീസുകളോ, ചിലർക്ക് മാറാത്ത തലവേദനയായിട്ടോ, ചിലർക്ക് മാറാത്ത വയറുവേദനയായിട്ടോ, ചിലർക്ക് മൂഡ് സ്വിങ്സ് ആയിട്ടോ, ചിലർക്ക് കൂടുതൽ ദേഷ്യം വരുന്നതായിട്ടോ, ചിലർക്ക് പെട്ടെന്ന് ഛർദ്ദിക്കുന്നതായിട്ടോ, ചിലർക്ക് വണ്ടിയപ്പോൾ ഒന്ന് ഛർദ്ദിക്കുന്നതായിരിക്കോ, ചിലർക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളോ അല്ലെങ്കിൽ സൂസൈഡൽ ടെൻഡൻസിയോ, ഓരോർക്ക് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മരിക്കാൻ തോന്നുക, അങ്ങനെയുള്ള പ്രവണതകളോ, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കുറയുന്നതോ, ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഈ കൈവശം ഉള്ളിൽ ചെന്നത് കൊണ്ടുള്ളതാണ്. ഉള്ളിൽ ചെല്ലുന്നതിന് പല ഇതുണ്ട്. ആർക്കെങ്കിലും ഒരാളോട് എന്തെങ്കിലും ഒരു വിദ്വേഷം തോന്നിയിട്ട് അവർക്ക് പല രീതിയിൽ ദ്രവ്യങ്ങളിൽ ജപിച്ച് ഉള്ളിൽ കൊടുക്കുന്ന രീതിയുണ്ട്. അതല്ലാതെ പല ദേശങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പം കണ്ണീർ പോലെയുള്ള ദോഷങ്ങൾ ഉണ്ടായിട്ട് അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ പ്രവർത്തിച്ച് പിന്നെ സ്ഥൂല ശരീരത്തിലേക്ക് വന്ന് അത് നമ്മുടെ വയറ്റിൽ ചെന്ന് ആമമായിട്ട് ഫോമായി പല രീതിയിലുള്ള രോഗങ്ങളായിട്ട് ഒക്കെ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ഇത് പലരും നമുക്ക് ഭക്ഷണത്തിൽ ജപിച്ചു കൊടുക്കാൻ പറ്റും, നെയ്യിൽ ജപിച്ചു കൊടുക്കാൻ പറ്റും, പാലിൽ ജപിച്ചു കൊടുക്കാൻ പറ്റും, അതേപോലെ ചോറിനകത്ത് ജപിച്ചു കൊടുക്കാൻ പറ്റും. പല രീതിയിൽ എങ്ങനെയാണോ കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. ചിലവർ പണ്ട് കാലത്ത് ഈ ആർത്തവ രക്തം എടുത്തിട്ട് അതിൻ്റെ അകത്ത് മുടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു തരം കൈവശമുണ്ട്. ഒരാൾക്ക് കൈവശം കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പല ലക്ഷണങ്ങൾ, അത് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു വൈദ്യന് അല്ലെങ്കിൽ നേരത്തെ കണ്ടു പഠിച്ച ശാസ്ത്രങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ട് പഠിച്ച ഒരു വൈദ്യർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ചികിത്സ തേടേണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു മാറാത്ത രോഗം നമുക്ക് നേരത്തെ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് പുതിയതായിട്ട് പെട്ടെന്നൊരു രോഗം വന്ന് നമ്മൾ പെട്ടെന്ന് ഡിപ്രസ്സായി അല്ലെങ്കിൽ നമ്മൾ ഇരുന്നു പോകും. അല്ലെങ്കിൽ നമുക്കൊരു മാറാത്ത ഒരു എത്ര ചികിത്സിച്ചും 10 വർഷമായിട്ട് നമുക്ക് ചികിത്സിച്ചിട്ട് മാറുന്നില്ലാത്ത ഒരു രോഗം, ഒരു സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ ഒരു തലവേദന അല്ലെങ്കിൽ വയറ്റിലുള്ളൊരു പ്രശ്നം, അങ്ങനെ മാറാതെ കുറേ നാൾ നിൽക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഇങ്ങനെ കണ്ണേർ ദോഷമോ നാവേർ ദോഷമോ അല്ലെങ്കിൽ ഇതേപോലെ പറയുന്ന കൈവശ ദോഷമോ അങ്ങനെ എന്തെങ്കിലും ഒരു ദോഷം, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും. ആയുർവേദത്തിൽ ഒരു വളരെ വിപുലമായിട്ടുള്ള ചികിത്സാ രീതി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിന് മരുന്ന് ഉള്ളിൽ കൊടുത്ത് ഛർദ്ദിപ്പിക്കേണ്ട രീതി, ഇതിന് ചെയ്യേണ്ട ജപിച്ച് കെട്ടേണ്ട തകിടുകൾ, വെള്ളത്തിൽ ജപിച്ചു കൊടുക്കേണ്ട രീതികൾ, അതേപോലെ മരുന്നിൽ ജപിച്ചു കൊടുക്കേണ്ട രീതികൾ. നമസ്കാരം, ഞാൻ ഡോക്ടർ ഡോൺ. ഞാൻ ആലക്കോട് ജീവധാര ആയുർവേദ സിദ്ധ കളരി മർമ്മ ചികിത്സാലയം എന്ന സ്ഥാപനം നടത്തി വരുന്നു. ഞാനൊരു ആയുർവേദ ഡോക്ടറും അതേപോലെ കളരി ഗുരുക്കളും കൂടെയാണ്. കൈവശം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം പണ്ട് കാലത്ത് വളരെ പോപ്പുലർ ആയിരുന്നു. പല രീതിയിൽ കൈവശം എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ കൊടുക്കുന്നത് തന്നെ ആണെന്നില്ല. ഞാൻ ആയുർവേദത്തിൻ്റെ ശാസ്ത്രങ്ങളെ പറ്റി പറഞ്ഞു നമ്മൾ പല രീതിയിലുള്ള ബിരുദാഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടും നമ്മൾ പല ദേശങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, വയറിൻ്റെ ഉള്ളിൽ ആമം എന്ന് പറയുന്ന ഒരു വിഷം ഫോം ആകും. അത് തന്നെയാണ് കൈവശം എന്ന് പറയുന്നത്. അത് പല രീതിയിൽ നമുക്ക് ശരീരത്തിൽ ചിലപ്പം ചിലർക്ക് മാറാത്ത കുഷ്ഠരോഗങ്ങളോ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങളോ സ്കിൻ ഡിസീസുകളോ, ചിലർക്ക് മാറാത്ത തലവേദനയായിട്ടോ, ചിലർക്ക് മാറാത്ത വയറുവേദനയായിട്ടോ, ചിലർക്ക് മൂഡ് സ്വിങ്സ് ആയിട്ടോ, ചിലർക്ക് കൂടുതൽ ദേഷ്യം വരുന്നതായിട്ടോ, ചിലർക്ക് പെട്ടെന്ന് ഛർദ്ദിക്കുന്നതായിട്ടോ, ചിലർക്ക് വണ്ടിയപ്പോൾ ഒന്ന് ഛർദ്ദിക്കുന്നതായിരിക്കോ, ചിലർക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളോ അല്ലെങ്കിൽ സൂസൈഡൽ ടെൻഡൻസിയോ, ഓരോർക്ക് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മരിക്കാൻ തോന്നുക, അങ്ങനെയുള്ള പ്രവണതകളോ, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കുറയുന്നതോ, ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഈ കൈവശം ഉള്ളിൽ ചെന്നത് കൊണ്ടുണ്ടാകാം. ഉള്ളിൽ ചെല്ലുന്നതിന് പല ഇതുണ്ട്. ആർക്കെങ്കിലും ഒരാളോട് എന്തെങ്കിലും
ഒരു വിദ്വേഷം തോന്നിയിട്ട് അവർക്ക് പല രീതിയിൽ ദ്രവ്യങ്ങളിൽ ജപിച്ച് ഉള്ളിൽ കൊടുക്കുന്ന രീതിയുണ്ട്. അതല്ലാതെ പല ദേശങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പം കണ്ണേറ് പോലെയുള്ള ദോഷങ്ങൾ ഉണ്ടായിട്ട് അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ പ്രവർത്തിച്ച് പിന്നെ സ്ഥൂല ശരീരത്തിലേക്ക് വന്ന് അത് നമ്മുടെ വയറ്റിൽ ചെന്ന് ആമമായിട്ട് ഫോമായി പല രീതിയിലുള്ള രോഗങ്ങളായിട്ട് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ അതല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വരുന്ന വിരുദ്ധാഹാരം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ കൈവശങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിന് ആയുർവേദത്തിൽ ഒരു വളരെ വിപുലമായിട്ടുള്ള ചികിത്സാ രീതി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിന് മരുന്ന് ഉള്ളിൽ കൊടുത്ത് ഛർദ്ദിപ്പിക്കേണ്ട രീതി, ഇതിന് ചെയ്യേണ്ട ജപിച്ച് കെട്ടേണ്ട തകിടുകൾ, വെള്ളത്തിൽ ജപിച്ചു കൊടുക്കേണ്ട രീതികൾ, അതേപോലെ മരുന്നിൽ ജപിച്ചു കൊടുക്കേണ്ട രീതികൾ, അങ്ങനെ നമ്മുടെ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും കറക്റ്റ് ചെയ്യുന്നതും ഇതിനെ ഉള്ളിൽ കിടക്കുന്ന വിഷത്തിനെ, ആമത്തെ അല്ലെങ്കിൽ ആ കൈവശം എന്ന് പറയുന്ന വിഷത്തെ നമുക്ക് ഛർദ്ദിപ്പിച്ച് കളയേണ്ട രീതിയും നമ്മുടെ ശരീരത്തെ മര്യാദയ്ക്ക് നിർത്താനുള്ള കാര്യങ്ങളും പിന്നെ ആ കൈവശത്തിൻ്റെ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആയുർവേദത്തിൽ കൈവശ പരിഹാരണി ഗുളിക എന്ന് പറയുന്ന ഒരു ഗുളിക തന്നെ ഉണ്ടാക്കേണ്ട രീതികളും അത് കഴിക്കേണ്ട രീതികളും അത് കൊടുക്കേണ്ട ദ്രവ്യങ്ങളൊക്കെ വളരെ വിപുലമായിട്ട് പറയുന്നുണ്ട്. കൈവശം പല രീതിയിൽ കൊടുക്കാറുണ്ട്. ഓരോ ആവശ്യത്തിനനുസരിച്ചാണ് അത് കൊടുക്കുക. അത് ഏത് മാന്ത്രികനാണോ അത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു കർമ്മം ചെയ്യുന്നത് ഏത് ആള് ആരാണോ അതിനനുസരിച്ചാണ് കൈവശം മാറുന്നത്. ചിലപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിന് ചിലപ്പോൾ കൈവശം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പഠിപ്പപ്പാടെ നിൽക്കും, ബുദ്ധിക്ക് ഇത് വരും. അല്ലെങ്കിൽ ചിലപ്പം ചിലരുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും വശീകരിക്കാനൊക്കെയാണ് കൈവശം കൊടുക്കുന്നതെങ്കിൽ അവരുടെ മൈൻഡ് മൊത്തത്തിൽ ചേഞ്ച് ആകും. ആ ഒരു മനുഷ്യനോട് മാത്രമേ അട്രാക്ഷൻ തോന്നുള്ളൂ, ബാക്കിയുള്ള ഓരോരുത്തർക്കും വിരക്തി തോന്നും. അതേപോലെ തന്നെ ഇത് പലരും നമുക്ക് ഭക്ഷണത്തിൽ ജപിച്ചു കൊടുക്കാൻ പറ്റും, നെയ്യിൽ ജപിച്ചു കൊടുക്കാൻ പറ്റും, പാലിൽ ജപിച്ചു കൊടുക്കാൻ പറ്റും, അതേപോലെ ചോറിനകത്ത് ജപിച്ചു കൊടുക്കാൻ പറ്റും. പല രീതിയിൽ എങ്ങനെയാണോ കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. ചിലവർ പണ്ട് കാലത്ത് ഈ ആർത്തവ രക്തം എടുത്തിട്ട് അതിൻ്റെ അകത്ത് മുടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു തരം കൈവശമുണ്ട്. ഇത് കുറേ രീതിയിലുണ്ട്. ഒരാൾക്ക് കൈവശം കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പല ലക്ഷണങ്ങൾ, അത് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു വൈദ്യന് അല്ലെങ്കിൽ നേരത്തെ കണ്ട് പഠിച്ച ശാസ്ത്രങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ട് പഠിച്ച ഒരു വൈദ്യർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. എല്ലാ വൈദ്യന്മാർക്കും എല്ലാ മന്ത്രവാദത്തിനും ഇത് മനസ്സിലാകുന്നില്ല. ചിലവർക്ക് ആരൂഢം വെച്ച് നോക്കിയാൽ, പ്രശ്നം വെച്ച് നോക്കിയാൽ അതിനകത്ത് കാണാൻ പറ്റും. ജ്യോതിഷപ്രകാരം വെച്ച് നോക്കുകയാണെങ്കിൽ, അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കാണാൻ പറ്റും. അതല്ലാതെ സാധാരണ ഒരു നന്നായിട്ട് നാഡി ചികിത്സ അറിയാവുന്നതോ, നാഡി നോക്കിയിട്ട് രോഗം പറയാൻ അറിയാവുന്നതോ, അല്ലെങ്കിൽ ലക്ഷണം നോക്കിയിട്ട് ശരീര ലക്ഷണം നോക്കിയിട്ട് ഒരാളുടെ ഓറ ഫീൽഡും അവരുടെ എനർജി ഫീൽഡും അവരുടെ ശരീരത്തിന്റെ അവസ്ഥയും അവരുടെ ബോധമണ്ഡലത്തിന്റെ അവസ്ഥയൊക്കെ കറക്റ്റായിട്ട് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു വൈദ്യന് മാത്രമേ അത് കറക്റ്റായിട്ട് പറയാൻ പറ്റൂ. സാധാരണ അത് പഠിക്കാത്ത ഒരാൾക്ക് കൈവശം നമുക്ക് സാധാരണ മുട്ടുവേന തലവേന ഉണ്ടാകുന്നത് പോലെ ഒരു ലക്ഷണത്തിൽ കാണിക്കുന്ന ഒരു രോഗം അല്ല കൈവശം. ഇതിന് ചികിത്സ തേടേണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു മാറാത്ത രോഗം നമുക്ക് നേരത്തെ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് പുതിയതായിട്ട് പെട്ടെന്ന് ഒരു രോഗം വന്ന് നമ്മൾ പെട്ടെന്ന് ഡിപ്രസ്സായി അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് പോകും, അല്ലെങ്കിൽ നമുക്കൊരു മാറാത്ത ഒരു എത്ര ചികിത്സിച്ചും 10 വർഷമായിട്ട് നമുക്ക് ചികിത്സിച്ചിട്ട് മാറുന്നില്ലാത്ത ഒരു രോഗം, ഒരു സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ ഒരു തലവേദന അല്ലെങ്കിൽ വയറ്റിലുള്ളൊരു പ്രശ്നം, അങ്ങനെ മാറാതെ കുറേ നാൾ നിൽക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഇങ്ങനെ കണ്ണേർ ദോഷമോ നാവേർ ദോഷമോ അല്ലെങ്കിൽ ഇതേപോലെ പറയുന്ന കൈവശ ദോഷമോ അങ്ങനെ എന്തെങ്കിലും ഒരു ദോഷം, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിനെ ആദ്യം എടുത്ത് മാറ്റിയിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സകൾക്കൊക്കെ ഫലം ഉണ്ടാവുള്ളൂ. അതേപോലെ പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് പണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറായി ഇവന് അല്ലായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് മാറിപ്പോയി, അവന്റെ ചിന്തകളൊക്കെ പെട്ടെന്ന് മാറിപ്പോയി എന്നുള്ള അവസ്ഥയിലൊക്കെ വരുമ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാകാറുണ്ട്. സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിൽ നിന്ന് ആൾ പെട്ടെന്ന് കടം കയറി മുടിയുന്നതും, അതേപോലെ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുന്നതും, അതേപോലെ രോഗങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം ഇതിൽ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. കൈവശം ഉള്ളവർക്ക് ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ഉള്ള ചികിത്സയുണ്ട്. അതിന് ഗുളിക കൊടുത്ത് ചികിത്സിക്കുന്നുണ്ട്. അതല്ലാതെ സാധാരണ സിദ്ധവൈദ്യത്തിൽ പറയുന്ന ഒരു മരുന്നുണ്ട്. സിദ്ധവൈദ്യത്തിൽ പറയുന്ന ഒരു മരുന്ന്, അത് ചൂർണമായിട്ടുള്ള ഒരു മരുന്ന്, അത് പാലിൽ കലക്കി ഉള്ളിൽ കൊടുത്തിട്ട് നമുക്ക്
വെള്ളം കുടിക്കുക. അതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുടിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ മൊത്തം നമ്മൾ ഫ്ലഷ് അടിച്ച് പുറത്തേക്ക് വരുന്ന പോലെ തന്നെ ഇത് കലങ്ങി അടിച്ച് പുറത്തു പോകുന്ന ഒരു മെത്തേഡ് നമുക്ക് ആയുർവേദ ചികിത്സയിലും സിദ്ധവൈദ്യത്തിലും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു പാരമ്പര്യമായ രീതിയിൽ ചെയ്തു വരുന്ന മരുന്നാണ് ഇത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ കൈവശമുള്ളവർക്ക് നമുക്ക് ഇതിനെ ഛർദ്ദിപ്പിച്ച് പുറത്തിറക്കി കൊടുക്കാൻ പറ്റും.